നമസ്കാരം, ഞാൻ ബൈജു ദേവസി. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. TN പ്രതാപൻ MP നയിക്കുന്ന വെറുപ്പിനെതിരെ സ്നേഹ സന്ദേശയാത്ര സമാപിച്ചു. സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. ലഹരി വിൽപ്പന നടത്തിയ അതിഥി തൊഴിലാളികൾ പോലീസ് പിടിയിൽ. ആമ്പല്ലൂർ ജംഗ്ഷനിൽ തട്ടുകടയിൽ നിന്ന് ബ്രൗൺ ഷുഗറും വെള്ളിക്കുളങ്ങരയിൽ 1/2 കിലോയിലധികം കഞ്ചാവും പിടികൂടി. ആമ്പല്ലൂർ കല്ലൂർ തോടിൽ ചത്ത പശുവിനെ തള്ളിയതായി കണ്ടെത്തി. 3 ദിവസം പഴക്കമുള്ള പശുവിന്റെ ജഡമാണ് കണ്ടെത്തിയത്. കേരള NGO അസോസിയേഷൻ പുതുക്കാട് ബ്രാഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുതുക്കാട് സബ് ട്രഷറി ഓഫീസിന് മുൻപിൽ അവകാശ ചങ്ങല തീർത്ത് പ്രതിഷേധം. സംസ്ഥാനത്ത് റേഷൻ വ്യാപാരികൾ വ്യാഴാഴ്ച കടകൾ അടച്ചിട്ട് പ്രതിഷേധിക്കും. റേഷൻ വ്യാപാരി സംയുക്ത സമരസമിതിയാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തത്. നെല്ലായി പന്തലൂർ ചെങ്ങാന്തുരുത്തി ശിവശക്തി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ മഹാശിവരാത്രി മഹോത്സവം വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലായി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. TN പ്രതാപൻ MP നയിക്കുന്ന വെറുപ്പിനെതിരെ സ്നേഹ സന്ദേശയാത്രയുടെ സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. ഈ അന്തർധാരയെ തിരിച്ചറിഞ്ഞ് ഫാസിസത്തിനെതിരായ പോരാട്ടത്തിൽ ഇത് രണ്ടും ഒരേ നാണയത്തിന്റെ 2 വശങ്ങളാണ്. ഫാസിസവും അത്, കമ്മ്യൂണിസവും അത്. രണ്ടും എതിരാളികളെ അടിച്ചമർത്തി അവരുടെ അവകാശങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങളാണ്. അതിനെ പരാജയപ്പെടുത്തി ഉജ്ജ്വലമായ വിജയം ഈ പാർലമെന്റിൽ തെരഞ്ഞെടുപ്പിൽ നേടാൻ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങണം. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ തന്നെ ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പ് ഉണ്ടാക്കി വിദ്വേഷം പ്രചരിപ്പിച്ച് രാഷ്ട്രീയ ലാഭം കൊയ്ത് അധികാരം നിലനിർത്താനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നും അതിനെതിരെയാണ് സ്നേഹ സന്ദേശയാത്രയെന്നും VD സതീശൻ അഭിപ്രായപ്പെട്ടു. ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ അധ്യക്ഷനായി. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റ്, മുൻ MLA അനിൽ അക്കര, KPCC സെക്രട്ടറിമാരായ സുനിൽ അന്തിക്കാട്, CC ശ്രീകുമാർ, കേരള കോൺഗ്രസ് വൈസ് ചെയർമാൻ MP പോളി, DCC സെക്രട്ടറിമാരായ സെബി കൊടിയൻ, TM ചന്ദ്രൻ, ബ്ലോക്ക് ചീഫ് കോർഡിനേറ്റർ KM ബാബുരാജ്, രാജു തളിയപ്പറമ്പിൽ, ഷാജു കാളിയങ്കര, പോൾസൺ തെക്കുംപിടിക, O അബ്ദുറഹ്മാൻ കുട്ടി, മുൻ MLA MK പോൾസൺ, KJ ജോജു, PP ചന്ദ്രൻ, സോമൻ മൂത്രത്തിക്കര, ബിജു അമ്പഴക്കാടൻ എന്നിവർ സന്നിഹിതരായി. തുടർന്ന് നടന്ന യാത്ര ചെങ്ങാലൂർ, സൂര്യഗ്രാമം, ആറ്റപ്പള്ളി, മറ്റത്തൂർകുന്ന്, വാസുപുരം വഴി അവിട്ടപ്പള്ളിയിൽ സമാപിച്ചു. പുതുക്കാട്, മറ്റത്തൂർ, പറപ്പൂക്കര, വല്ലച്ചിറ മണ്ഡലങ്ങളിലെ പ്രവർത്തകർ യാത്രയിൽ അണിനിരന്നു. ആമ്പല്ലൂർ ജംഗ്ഷനിൽ തട്ടുകടയിൽ നിന്ന് ബ്രൗൺ ഷുഗർ പിടികൂടി. തട്ടുകട നടത്തുന്ന വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശി SK സാബിറിൽ നിന്നാണ് 2 ലക്ഷം രൂപ വില വരുന്ന ബ്രൗൺ ഷുഗർ പുതുക്കാട് പോലീസ് പിടികൂടിയത്. പുതുക്കാട് SI B പ്രദീപ് കുമാർ, സീനിയർ ഡാൻസ് ഓഫ് SIമാരായ VG സ്റ്റീഫൻ, PP ജയകൃഷ്ണൻ, VP റോയ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വെള്ളിക്കുളങ്ങരയിൽ 1/2 കിലോയിലധികം കഞ്ചാവുമായി അതിഥി തൊഴിലാളി പിടിയിൽ. ലോട്ടറി ടിക്കറ്റുകളിൽ പൊതിഞ്ഞാണ് ഇയാൾ കഞ്ചാവ് വിറ്റിരുന്നത്. പശ്ചിമ ബംഗാൾ മുർഷിദാബാദ് ബാബല സ്വദേശി 37 വയസ്സുള്ള സൂറത്തുൽ ഹസനെയാണ് വെള്ളിക്കുളങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തത്. 600 ഗ്രാമോളം കഞ്ചാവ് ഇയാളിൽ നിന്നും പിടികൂടി. അതിരാവിലെ മറ്റത്തൂർ മുതൽ വെള്ളിക്കുളങ്ങര വരെ കാൽനടയായി സഞ്ചരിച്ചാണ് ഹസന്റെ ലഹരി വിൽപ്പന. പ്രത്യേക അറകൾ തുന്നിച്ചേർത്ത 1ലധികം അടിവസ്ത്രങ്ങൾ ധരിച്ച് അതിലൊളിപ്പിച്ചാണ് ഇയാൾ കഞ്ചാവ് പൊതികൾ സൂക്ഷിച്ചിരുന്നത്. പഴയ ലോട്ടറി ടിക്കറ്റുകൾ ശേഖരിച്ച് അവയിൽ പൊതിഞ്ഞാണ് കഞ്ചാവ് കൈമാറിയിരുന്നത്. മറ്റുള്ളവർക്ക് ഇയാൾ ലോട്ടറി വിറ്റതായി കാഴ്ചയിൽ തോന്നാനാണ് ഇതെന്നും പോലീസ് പറഞ്ഞു. ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് ഇയാൾ ആലുവയിൽ നിന്നും താമസത്തിനായി വെള്ളിക്കുളങ്ങരയിൽ എത്തിയത്. ഹസന്റെ താമസ സ്ഥലം കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയെങ്കിലും കൂടുതൽ ലഹരി വസ്തുക്കൾ കണ്ടെത്താനായില്ല. ഹസന് കഞ്ചാവ് ലഭിക്കുന്ന സ്രോതസ്സുകളെക്കുറിച്ചും ഇയാളുടെ ഇടപാടുകാരെക്കുറിച്ചും വിശദമായ അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു.
ചാലക്കുടി ഡിവൈഎസ്പി ആർ അശോകന്റെയും ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എൻ മുരളീധരന്റെയും നേതൃത്വത്തിൽ വെള്ളിക്കുളങ്ങര CI സുജാതൻ പിള്ള, സബ് ഇൻസ്പെക്ടർമാരായ PR ഡേവിസ്, VG സ്റ്റീഫൻ, സതീശൻ മടപ്പാട്ടിൽ, റോയ് പൗലോസ്, ASIമാരായ PM മൂസ, PM ഷൈല, VU സിൽജോ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സഹദേവൻ, AU റെജി, MJ ബിനു, ഷിജോ തോമസ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ആമ്പല്ലൂർ കല്ലൂർ തോടിൽ ചത്ത പശുവിനെ തള്ളിയതായി കണ്ടെത്തി 3 ദിവസം പഴക്കമുള്ള പശുവിന്റെ ജഡമാണ് കണ്ടെത്തിയത്. പ്രദേശത്ത് ആകമാനം ദുർഗന്ധം വമിച്ചതോടെ നടത്തിയ അന്വേഷണത്തിലാണ് സംഭവം പുറത്തറിയുന്നത്. മണലിപ്പുഴയിലേക്ക് ഒഴുകുന്ന തോടാണിത്. വിവരമറിഞ്ഞ് അളകപ്പനഗർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസൺ തയ്യാലക്കൽ, വൈസ് പ്രസിഡന്റ് K രാജേശ്വരി എന്നിവർ സ്ഥലത്തെത്തി. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പശുവിന്റെ ജഡം നീക്കം ചെയ്യുമെന്ന് അറിയിച്ചു. നിരവധി ആളുകൾ ആശ്രയിക്കുന്ന പുഴയെ മലിനമാക്കുന്ന സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും പോലീസിൽ പരാതി നൽകുമെന്നും പ്രസിഡന്റ് പ്രതികരിച്ചു. ആമ്പല്ലൂരിലെ കല്ലൂർ തോട്ടിൽ മറ്റേ ചത്ത പശുവിനെ ഏതോ സാമൂഹ്യ വിരുദ്ധർ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. ഇത് ഇവിടുന്ന് ഈ ചെയ്തേക്കുന്ന നടപടി ഏറ്റവും മോശമായ രീതിയാണെന്നും ഇതിനെതിരെ പോലീസിനും മറ്റ് നടപടികളെടുക്കാൻ പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുണ്ട്. പഞ്ചായത്തിലെ 1-ാം വാർഡിൽ കൂടി പോകുന്ന കല്ലൂർ തോട്ടിൽ ഇന്നലെ ആണ് കണ്ടെത്തിയിരിക്കുന്നത് ഒരു പശുവിനെ, ആരോ ചത്ത പശുവിനെ കൊണ്ടുവന്നിട്ടേക്കണത്. അപ്പോൾ അതാണ് പശു 3-4 ദിവസം പ്രായം കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ മണം കാണുമ്പോൾ. അപ്പോൾ എന്തായാലും ഈ വെള്ളം ഇതിൽ നിന്ന് ഒഴുകി മണലിപ്പുഴയിലേക്കാണ് എത്തുക. അപ്പോൾ ഇത്തരം സാമൂഹ്യ വിരുദ്ധ ഇത്തരം പ്രവർത്തനങ്ങൾ ഈ നാടിന് തന്നെ ഏറ്റവും ശാപകരമാകുന്ന ഈ കാര്യങ്ങൾക്ക് എന്തായാലും പോലീസിൽ പരാതിപ്പെടാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ശമ്പളം നിഷേധിച്ചതിനെതിരെ കേരള NGO അസോസിയേഷൻ പുതുക്കാട് ബ്രാഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുതുക്കാട് സബ് ട്രഷറി ഓഫീസിന് മുൻപിൽ അവകാശ ചങ്ങല തീർത്ത് പ്രതിഷേധിച്ചു. LDF സർക്കാർ തുടർച്ചയായി ആനുകൂല്യം നിഷേധിക്കുകയാണെന്നും സർക്കാർ സർവീസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ശമ്പളം നിഷേധിക്കുന്നതെന്നും NGO അസോസിയേഷൻ ഭാരവാഹികൾ ആരോപിച്ചു. സമരപരിപാടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം TP ഹനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് പ്രസിഡന്റ് KP ദീപു അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം IB മനോജ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ ജോഷി ആന്റണി, ജോൺ ലി മാത്യു, ബ്രാഞ്ച് സെക്രട്ടറി M വിനോദ്, ബ്രാഞ്ച് ഭാരവാഹികളായ ജോഷി കൊള്ളന്നൂർ, വർഗീസ് തെക്കേത്തല, KL സേവ്യർ, MC ഷാജു എന്നിവർ പ്രസംഗിച്ചു. ആ അക്കൗണ്ടിൽ അതില്ലെങ്കിൽ ലോൺ എടുക്കാനുള്ള സിവിൽ സ്കോറിനെ അവരെ ബാധിക്കുന്ന വിധത്തിലേക്ക് സർക്കാർ ജീവനക്കാരുടെ ആ പ്രയാസങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജീവനക്കാരെ സംബന്ധിച്ച് പ്രയാസങ്ങൾ ഇന്ന് തുടങ്ങിയതല്ല. ഈ ഗവൺമെന്റ് അധികാരത്തിൽ 2ാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിലായാലും 1ാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിലായാലും ജീവനക്കാരെ സംബന്ധിച്ചും അധ്യാപകരെ സംബന്ധിച്ചും പെൻഷൻകാരെ സംബന്ധിച്ചും സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് കേരള NGO അസോസിയേഷൻ ചാലക്കുടി ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാലക്കുടി താലൂക്ക് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ യോഗവും അവകാശ ചങ്ങലയും നടത്തി. പ്രതിഷേധ ധർണ സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ചരിത്രത്തിലാദ്യമായി സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയത് കേരള ജനതയോടുള്ള വെല്ലുവിളിയാണെന്ന് സനീഷ് കുമാർ ജോസഫ് MLA ആരോപിച്ചു. ജില്ലാ സെക്രട്ടറി സന്തോഷ് തോമസ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം TP ഹനീഷ് കുമാർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജോൺ ലി മാത്യു, ജോഷി ആന്റണി, രഞ്ജിത് കുമാർ, ബ്രാഞ്ച് പ്രസിഡന്റ് ജോസഫ് ഫ്രാൻസിസ്, സെക്രട്ടറി സോണിയ ജോസഫ് എന്നിവർ സംസാരിച്ചു. കേരളീയം നിയമസഭയിൽ കേരളത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ ഗവൺമെന്റ് ചെലവഴിച്ച് കോടിക്കണക്കിന് രൂപയാണ് ഗവൺമെന്റ് ചെലവഴിച്ചത്. പെൻഷൻ കിട്ടാത്ത 7 സംസ്ഥാനത്ത് റേഷൻ വ്യാപാരികൾ വ്യാഴാഴ്ച കടകൾ അടച്ചിട്ട് പ്രതിഷേധിക്കും. വേതന പാക്കേജ് പരിഷ്കരിക്കുക, കേരളത്തിലെ പൊതുവിതരണ മേഖലയോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണന ഒഴിവാക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. റേഷൻ വ്യാപാരി സംയുക്ത സമരസമിതിയാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തത്. ഇപോസ് സംവിധാനം തകരാറിലായതിനെ തുടർന്ന് ഈ ആഴ്ചത്തെ റേഷൻ വിതരണം 7 ജില്ലകളിൽ വീതം രാവിലെയും വൈകിട്ടുമായി ക്രമീകരിച്ചു. തിങ്കളാഴ്ച സംസ്ഥാനത്താകെ റേഷൻ വിതരണം താറുമാറായ സാഹചര്യത്തിലാണ് ക്രമീകരണം. തൃശൂർ ജില്ലയിലെ കടകൾ ബുധൻ, ശനി ദിവസങ്ങളിൽ രാവിലെയും വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞുമാണ് പ്രവർത്തിക്കുക. ഇഞ്ചക്കുണ്ട് ലൂർദുപുരം ഗവൺമെന്റ് UP സ്കൂളിന്റെ 62ാമത് വാർഷികവും സ്റ്റാർസ് പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനവും KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് മുഖ്യാതിഥിയായി പങ്കെടുത്തു. SSK ജില്ലാ പ്രോജക്ട് കോർഡിനേറ്റർ NJ ബിനോയ്, സ്കൂൾ HM റിൻസി ജോൺ എന്നിവർ സംസാരിച്ചു. പെൻഷൻ ക്ഷാമാശ്വാസ കുടിശ്ശിക വിതരണം ചെയ്യുന്നതിന് ആവശ്യമായ ഫണ്ട് സംസ്ഥാനത്തിന് അനുവദിക്കണമെന്നും
പെൻഷൻ പരിഷ്കരണം നടപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും സമർപ്പിച്ച ഭീമ ഹർജികൾ അടിയന്തരമായി തീർപ്പാക്കണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര ബ്ലോക്ക് സമ്മേളനം ആവശ്യപ്പെട്ടു. പുതുക്കാട് നടന്ന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ കൊടകര ബ്ലോക്ക് പ്രസിഡന്റ് MA ജോസ് അധ്യക്ഷനായി. ജില്ലാ പ്രസിഡന്റ് EV ദശരഥൻ, VV പരമേശ്വരൻ, KO പൊറിഞ്ചു, KM ശിവരാമൻ, K സുകുമാരൻ, P തങ്കം, IR ബാലകൃഷ്ണൻ, TA വേലായുധൻ, KV രാമകൃഷ്ണൻ, K സദാനന്ദൻ, PV ശാർങ്ങധരൻ, CP ത്രേസ്യ എന്നിവർ സംസാരിച്ചു. തൃക്കൂർ പഞ്ചായത്തിലെ 16-ാം വാർഡിലെ പള്ളം SC കോളനി നിവാസികളുടെ ദീർഘനാളായുള്ള ആവശ്യത്തിന് പരിഹാരം. കോളനിയിലെ റോഡ് ഉയർത്തി കോൺക്രീറ്റ് ചെയ്യുവാൻ ആരംഭിച്ചു. മഴ പെയ്യുമ്പോൾ വീടുകളിലേക്ക് വെള്ളം കയറുന്നതിന് മുൻപ് തന്നെ റോഡിൽ അരയ്ക്കൊപ്പം വെള്ളം കയറിയിരുന്ന ദുരവസ്ഥയ്ക്കാണ് ഇതോടെ പരിഹാരമാകുന്നത്. റോഡിന്റെ നിർമ്മാണോദ്ഘാടനം TN പ്രതാപൻ MP നിർവഹിച്ചു. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്, വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ, ബ്ലോക്ക് അംഗങ്ങളായ പോൾസൺ തെക്കുംപിടിക, മിനി ഡെന്നി പാനോക്കാരൻ, പഞ്ചായത്ത് അംഗങ്ങളായ അനു പനങ്കൂടൻ, സരീഷ് ചെമ്പാറ, മോഹനൻ തുഴുക്കാട്ട്, ജിഷ ഡേവിസ്, അജീഷ് മുരിയാടൻ, ബ്ലോക്ക് AE രോഹിത്, BDO നിഖിൽ എന്നിവർ സന്നിഹിതരായി. MP-യുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 25 ലക്ഷം രൂപ ചെലവിലാണ് നിർമ്മാണം. അപ്പം അന്ന് മുതലുള്ള നമ്മുടെ അനുവിൻ്റെ ഒരു ആഗ്രഹമാണ്, അനുവിൻ്റെ കാലാവധി പൂർത്തിയാക്കണേക്കാൾ മുമ്പ് ഇവിടെ ഇങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും സഞ്ചാരയോഗ്യമായ രീതിയിൽ മഴ വന്ന് വെള്ളം കയറിയാലും യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു റോഡ് യാഥാർത്ഥ്യമാക്കണം. നവഭാരത് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച 38ാമത് 7th ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ മേള സമാപിച്ചു. ചെറുവാൾ മൈതാനിയിൽ നടന്ന ടൂർണമെന്റിൽ FC ഒല്ലൂരിനെ 2-3 ഗോളുകൾക്ക് തോൽപ്പിച്ച് പ്ലേ ബോയ്സ് തൃശൂർ ചാമ്പ്യന്മാരായി. വിജയികൾക്കുള്ള ട്രോഫികൾ നെന്മണിക്കര പഞ്ചായത്ത് 7ാം വാർഡ് മെമ്പർ KA അനിൽകുമാർ, ചെറുവാൾപ്പാടം കടും കൃഷി സമിതി പ്രസിഡന്റ് AB രതിരാക്ഷൻ എന്നിവർ ചേർന്ന് സമ്മാനിച്ചു. വിജയികൾക്ക് 50,000 രൂപയും സ്ഥിരം ട്രോഫിയും, 2ാം സ്ഥാനക്കാർക്ക് 35,000 രൂപയും ട്രോഫിയും സമ്മാനിച്ചു. ചടങ്ങിൽ സംസ്ഥാന ജൂനിയർ കബഡി ടീം അംഗം അമൽ C ജയനെ ആദരിച്ചു. വാർഡ് മെമ്പർ KA അനിൽകുമാർ, ടൂർണമെന്റ് കൺവീനർ വിപിൻ മാധവൻ എന്നിവർ സംസാരിച്ചു. ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി C രവീന്ദ്രനാഥിന്റെ റോഡ് ഷോ കൊടകരയിൽ നടന്നു. കൊടകര മേൽപ്പാലം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ ടൗൺ ചുറ്റിയ ശേഷം സമാപിച്ചു. CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്, കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ, മുൻ MLA BD ദേവസി, കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ തുടങ്ങിയവർ സ്ഥാനാർത്ഥിയോടൊപ്പം റോഡ് ഷോയിൽ പങ്കെടുത്തു. നെല്ലായി പന്തല്ലൂർ ചെങ്ങാന്തുരുത്തി ശിവശക്തി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ മഹാശിവരാത്രി മഹോത്സവം വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലായി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 7-ന് വൈകുന്നേരം ദേശത്തെ കലാപ്രതിഭകളുടെ കലാവിരുന്ന്, 8-ന് വൈകുന്നേരം മറ്റത്തൂർ പള്ളമുറി യുവജന സംഘത്തിന്റെ നേതൃത്വത്തിൽ ചെണ്ടുകാവടി, ശിങ്കാരിമേളം, തെയ്യാട്ടം എന്നിവയുടെ അകമ്പടിയോടെ താലം വരവ്, പഞ്ചാരിമേളം, ചികിത്സ ധനസഹായ വിതരണം, ഉന്നത വിജയം നേടിയവരെ ആദരിക്കൽ, സ്റ്റാർ കോമഡി ഷോ എന്നിവയുണ്ടാകും. 9-ന് പുലർച്ചെ 2:15 മുതൽ രാവിലെ 9 വരെ ക്ഷേത്രത്തിന് സമീപത്തെ പുഴയോരത്ത് പിതൃബലി തർപ്പണം നടക്കും. രാമചന്ദ്രൻ ഈയത്, ശിവൻ ശാന്തി എന്നിവർ കാർമ്മികത്വം വഹിക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് രവീന്ദ്രൻ കല്ലുംപുറം, ട്രഷറർ പ്രശാന്ത് കളരിക്കൽ, വൈസ് പ്രസിഡന്റ് സുകുമാരൻ വടക്കൂടൻ, ജോയിന്റ് സെക്രട്ടറി ശശി കല്ലുംപുറം എന്നിവർ പങ്കെടുത്തു. ഈ വർഷവും വിപുലമായി ആഘോഷിക്കുകയാണ്. ശിവരാത്രിയോടനുബന്ധിച്ച് ക്ഷേത്രം തന്ത്രി ആഴത്തുമനക്കൽ മാധവനമ്പൂതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി കൈമുക്കുമനക്കൽ നാരായണ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ വളരെ ഭക്തി പുലർത്തണം. നെന്മണിക്കര മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന് കൊടിയേറി തന്ത്രി വടക്കേടത്ത് ഹരി നമ്പൂതിരി, മേൽശാന്തി മനോഹരൻ എമ്പ്രാന്തിരി എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. വ്യാഴാഴ്ച വരെ വൈകിട്ട് വിവിധ പരിപാടികളും പ്രത്യേക ചടങ്ങുകളും ഉണ്ടായിരിക്കും. ശിവരാത്രി ദിനമായ വെള്ളിയാഴ്ച രാവിലെ 9-ന് ശ്രീഭൂതബലി, കാഴ്ചശീവേലി, ഉച്ചതിരിഞ്ഞ് 3-ന് പഞ്ചവാദ്യ അകമ്പടിയിൽ കാഴ്ചശീവേലി, രാത്രി 8-ന് പള്ളിവേട്ട എഴുന്നള്ളിപ്പ്, കേളത്ത് സുന്ദരന്മാരാർ പ്രാമാണികനായ പാണ്ടിമേളം എന്നിവ ഉണ്ടായിരിക്കും. ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് വരന്തരപ്പള്ളി ശ്രീകണ്ഠേശ്വരം ശിവക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് ക്ഷേത്രത്തിൽ നിന്ന് നാമജപ ഘോഷയാത്ര ദേശപ്രദക്ഷിണം നടത്തി തിരിച്ചെത്തും. ശനിയാഴ്ച പുലർച്ചെ 3 മുതൽ ബലിതർപ്പണത്തിന് സൗകര്യം ഉണ്ടായിരിക്കും. ഒമ്പതുങ്ങൽ ശ്രീ സുബ്രഹ്മണ്യ സമാജം ശ്രീ കൈലാസ ശിവക്ഷേത്രത്തിൽ മഹാശിവരാത്രി ആഘോഷവും സമൂഹ അഭിഷേകവും മാർച്ച് 8-ന് വെള്ളിയാഴ്ച നടക്കും. ശിവരാത്രി ദിവസം വ്രതം എടുത്തുവരുന്ന എല്ലാ ഭക്തർക്കും മഹാദേവന്റെ ശ്രീകോവിലിന് അകത്ത് പ്രവേശിച്ച് പൂജാരിയില്ലാതെ സ്വയം അഭിഷേകവും അർച്ചനയും നടത്താവുന്ന സമൂഹ അഭിഷേകം രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ ഉണ്ടാകും. അന്നേ ദിവസം രാവിലെ മഹാഗണപതി ഹോമം,
മഹാമൃത്യുഞ്ജയ ഹോമം, അലങ്കാര പൂജ, കലശാഭിഷേകം, ഉച്ചയ്ക്ക് അന്നദാനം, ദീപാരാധന, ചതുർയാമ പൂജകൾ എന്നിവയും പിറ്റേന്ന് പുലർച്ചെ മുതൽ ശിവരാത്രി ബലിതർപ്പണവും ഉണ്ടാകും. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ഡോക്ടർ കരുമാത്ര വിജയൻ ശാന്തി മുഖ്യ കാർമ്മികത്വം വഹിക്കും. മറവാഞ്ചേരി മഹാദേവ ക്ഷേത്രത്തിലെ മഹാശിവരാത്രി മഹോത്സവവും ബലിതർപ്പണവും വെള്ളി ശനി ദിവസങ്ങളിൽ നടക്കും. ശനിയാഴ്ച രാവിലെ 3:30 മുതൽ 9 വരെ ബലിയിടൽ കർമ്മത്തിനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. രാവിലെ 9:30 സഹസ്ര കുംഭാഭിഷേകം, ഉച്ചയ്ക്ക് 12 അന്നദാനം എന്നിവയും ഉണ്ടാകും. തൃശൂർ അതിരൂപത ദർശനസഭാ സമൂഹത്തിന്റെ 13ാമത് സംഗമവും പൊതുസമ്മേളനവും ഞായറാഴ്ച സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 9 മണിക്ക് തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ വെച്ച് രജിസ്ട്രേഷനോടുകൂടി ആരംഭിക്കുന്ന സംഗമത്തിന്റെ പതാക ഉയർത്തൽ അതിരൂപത മെത്രാപ്പോലിത്ത മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിക്കും. തുടർന്ന് വിശുദ്ധ കുർബാന നടക്കും. ശേഷം പ്രദക്ഷിണവും ഉണ്ടായിരിക്കും. പൊതുസമ്മേളനം അതിരൂപത ദർശനസഭാ സമൂഹം ഡയറക്ടർ ഫാദർ പോൾസൺ പാലത്തിങ്കൽ നിർവഹിക്കും. ലൂർദ് കത്തീഡ്രൽ വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ അധ്യക്ഷത വഹിക്കും. വാർത്താ സമ്മേളനത്തിൽ അതിരൂപത ദർശന സമൂഹം ഡയറക്ടർ ഫാദർ പോൾസൺ പാലത്തിങ്കൽ, അതിരൂപത ദർശന സമൂഹം പ്രസിഡന്റ് വർഗീസ് തെക്കേത്തല, അതിരൂപത ദർശന സമൂഹം സെക്രട്ടറി CC വിൻസെന്റ്, അതിരൂപത ദർശന സമൂഹം വൈസ് പ്രസിഡന്റ് ജോഷി മണലി, പ്രോഗ്രാം കൺവീനർ തോമസ് ജോസ് ആലപ്പാടൻ എന്നിവർ പങ്കെടുത്തു. തൊട്ടിപ്പാൾ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം വ്യാഴാഴ്ച വൈകിട്ട് 4-ന് റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിക്കും. വില്ലേജ് ഓഫീസിന് സമീപത്തുള്ള VFPCK ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിക്കും. TN പ്രതാപൻ MP മുഖ്യാതിഥിയായി പങ്കെടുക്കും. നന്ദിപുലം കിഴക്കേ കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം മാർച്ച് 11 തിങ്കൾ രാവിലെ 9 മണിക്ക് നടക്കും. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സുദർശൻ ഉദ്ഘാടനം നിർവഹിക്കും. നടൻ ദിലീപ് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് PV രഘുനാഥ് അധ്യക്ഷത വഹിക്കും. നാട്ടുവാദ്യത്തിൽ 2022 സംസ്ഥാന ഫോക്ലോർ അക്കാദമി അവാർഡ് നേടിയ കൊടകര ഉളുമ്പത്തുകുന്ന് സ്വദേശി KT സുരേഷിനെ PKS നെല്ലായി ലോക്കൽ കമ്മിറ്റി വീട്ടിലെത്തി അനുമോദിച്ചു. PKS കൊടകര ഏരിയ സെക്രട്ടറി PK കൃഷ്ണൻകുട്ടി സുരേഷിനെ പൊന്നാടയണിയിച്ചു. ചടങ്ങിൽ ഏരിയ പ്രസിഡന്റ് PV മണി, നെല്ലായി LC സെക്രട്ടറി TK സതീശൻ, പ്രസിഡന്റ് KS ഉണ്ണിച്ചക്കൻ എന്നിവർ സംസാരിച്ചു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിൽ പുതിയ സർക്കാർ ഹോമിയോ ഡിസ്പെൻസറി അനുവദിച്ചതായി KK രാമചന്ദ്രൻ MLA അറിയിച്ചു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് വില്ലേജ് ഓഫീസിനോട് ചേർന്ന് 1000 സ്ക്വയർ ഫീറ്റ് കെട്ടിടം ഇതിനായി സജ്ജമാക്കിയിട്ടുണ്ട്. പുതുതായി മെഡിക്കൽ ഓഫീസർ തസ്തികകളും ഇതിനായി സർക്കാർ സൃഷ്ടിച്ചാണ് പുതിയ ഹോമിയോ ഡിസ്പെൻസറികൾ അനുവദിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 560 രൂപ വർദ്ധിച്ച് 47,560 രൂപയും ഗ്രാമിന് 70 രൂപ വർദ്ധിച്ച് 5,945 രൂപയുമായി. ഫെബ്രുവരിയിലെ അവസാന ദിവസങ്ങളിൽ സ്വർണ്ണവില ഉയർന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ മാർച്ച് ആദ്യ ദിനങ്ങളിൽ തന്നെ സ്വർണ്ണവില കുത്തനെ ഉയർന്നു. പവന് 680 രൂപയാണ് ശനിയാഴ്ച മാത്രം ഉയർന്നത്. ഇതോടെ സ്വർണ്ണവില 47,000-ലേക്ക് എത്തി. 5 ദിവസം കൊണ്ട് 1,480 രൂപയാണ് വർദ്ധിച്ചത്. വിവാഹ സീസൺ ആയതിനാൽ തന്നെ ഉപഭോക്താക്കൾക്ക് വലിയ തിരിച്ചടിയാണ് സ്വർണ്ണവില വർധനവ് മൂലം ഉണ്ടാകുന്നത്. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 36 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ കല്ലൂർ ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിൽ മൾട്ടിപർപ്പസ് ഹെൽത്ത് വർക്കറുടെ ഒരു ഒഴിവുണ്ട്. അടിസ്ഥാന യോഗ്യത GNM നഴ്സിംഗ്. പ്രായപരിധി 40 വയസ്സിന് താഴെ. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 11-ന് ഉച്ചയ്ക്ക് 2 മണിക്ക് യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുമായി തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ എത്തിച്ചേരേണ്ടതാണ്. ഇനി സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 5,945 രൂപയും പവന് 47,560 രൂപയും രേഖപ്പെടുത്തി. തൃക്കൂർ പള്ളിയറ പടിഞ്ഞാറെ വീട്ടിൽ ഭാസ്കരൻ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ശ്യാമളയാണ് ഭാര്യ. രാജി, രാജേഷ്, രേഖ എന്നിവർ മക്കളും. അശോകൻ, ശാന്തി, മോഹനൻ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. TN പ്രതാപൻ MP നയിക്കുന്ന വെറുപ്പിനെതിരെ സ്നേഹ സന്ദേശയാത്ര സമാപിച്ചു. സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. ലഹരി വിൽപ്പന നടത്തിയ അതിഥി തൊഴിലാളികൾ പോലീസ് പിടിയിൽ. ആമ്പല്ലൂർ ജംഗ്ഷനിൽ തട്ടുകടയിൽ നിന്ന് ബ്രൗൺ ഷുഗറും വെള്ളിക്കുളങ്ങരയിൽ 1/2 കിലോയിലധികം കഞ്ചാവും പിടികൂടി.
ആമ്പല്ലൂർ കല്ലൂർ തോടിൽ ചത്ത പശുവിനെ തള്ളിയതായി കണ്ടെത്തി. 3 ദിവസം പഴക്കമുള്ള പശുവിന്റെ ജഡമാണ് കണ്ടെത്തിയത്. കേരള NGO അസോസിയേഷൻ പുതുക്കാട് ബ്രാഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുതുക്കാട് സബ് ട്രഷറി ഓഫീസിന് മുൻപിൽ അവകാശ ചങ്ങല തീർത്ത് പ്രതിഷേധം. സംസ്ഥാനത്ത് റേഷൻ വ്യാപാരികൾ വ്യാഴാഴ്ച കടകൾ അടച്ചിട്ട് പ്രതിഷേധിക്കും. റേഷൻ വ്യാപാരി സംയുക്ത സമരസമിതിയാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തത്. നെല്ലായി പന്തലൂർ ചെങ്ങാന്തുരുത്തി ശിവശക്തി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ മഹാശിവരാത്രി മഹോത്സവം വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലായി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളും വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയുന്നതിന് NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.